തമിഴ്നാട്ടിലെ സേലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സുഖവാസ കേന്ദ്രമാണ് ഏർക്കാട്. അതിരാവിലെ ഇവിടെ എത്തി അതിനുശേഷം ചൗറോയി ടെമ്പിൾ കാണാനായി സഹയാത്രികരോടൊപ്പം ഇവിടെ എത്തിയിരിക്കുകയാണ്. ഈ പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് ഈ ചൗറോയി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഏതാണ്ട് 1628 അടി ഉയരമാണ് ഈ സ്ഥലത്തിൻ്റേത്. അതിനുശേഷം അവിടെ നിന്നും ചൗറായി കുന്നുകളിലെ മറ്റ് മനോഹര കാഴ്ചകൾ കാണാനായി സഹയാത്രികരോടൊപ്പം പോകുമ്പോൾ എങ്ങും നമുക്ക് കാണാൻ സാധിക്കുന്നത് പെയ്തിറങ്ങുന്ന കോടമഞ്ഞ് മാത്രമാണ്. മനോഹരമായ മലനിരകളിൽ പെയ്തിറങ്ങുന്ന കോടമഞ്ഞിൻ്റെ ആ സൗന്ദര്യം എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. ചുറ്റും പക്ഷികളുടെ കളകൂജനവും പ്രശാന്തസുന്ദരമായ അന്തരീക്ഷവും എങ്ങും പോസിറ്റീവ് വൈബ് നൽകുന്ന സാഹചര്യങ്ങളും ഒക്കെയാണ് ഈ ഏർക്കാടിൻ്റെ പ്രത്യേകത. വളരെ കുറച്ച് മാത്രം കെട്ടിടങ്ങളും മറ്റുമുള്ള ഈ ഏർക്കാടിൽ അനേകം യാത്രികരാണ് ഇവിടുത്തെ പ്രകൃതിയുടെ മനോഹരിത ആസ്വദിക്കാനായി എത്തിച്ചേരുക. പഗോഡ വ്യൂ പോയിന്റും അതുപോലെ തന്നെ മറ്റ് പാർക്കുകളും, ജാപ്പനീസ് പാർക്കും, ഏർക്കാട് തടാകവും, അതുപോലെ തന്നെ ഇവിടുത്തെ ചോക്ലേറ്റ് ഫാക്ടറിയും മറ്റും ആണ് ഇവിടുത്തെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങൾ. ഇവിടെ എത്തുന്ന യാത്രികർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടുത്തെ ഭരണകൂടം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും യാത്ര ചെയ്യാനായി കുതിരസവാരി ഏർപ്പെടുത്തിയിട്ടുണ്ട്. എവിടെ നോക്കിയാലും കോടമഞ്ഞ് പുതഞ്ഞ അതിമനോഹര ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടുത്തെ പാർക്കിലെത്തിയാൽ വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത് പരിപാലിച്ചു വരുന്ന ഒരു മനോഹരമായ പാർക്കാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഏർക്കാടിൻ്റെ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും ടൂറിസത്തെയും കൃഷിയെയും ആശ്രയിച്ചിരിക്കും. കാപ്പി, ഓറഞ്ച്, ചക്ക, പേര, കുരുമുളക്, ഏലം എന്നിവ ഈ പ്രദേശത്തിന് ചുറ്റും കൃഷി ചെയ്യുന്നു. ബോട്ടിങ്ങിന് സൗകര്യമുള്ള പട്ടണത്തിൻ്റെ മധ്യഭാഗത്തുള്ള പ്രകൃതിദത്തമായ തടാകമാണ് ഏർക്കാട് തടാകം. മാൻ പാർക്ക്, കരടി ഗുഹ, കിള്ളിയൂർ വെള്ളച്ചാട്ടം, റോസ് ഗാർഡൻ, വിവിധ വ്യൂ പോയിന്റുകൾ, സർവരയൻ ക്ഷേത്രം, രാജരാജേശ്വരി ക്ഷേത്രം, പഗോഡ പോയിന്റിലെ രാമക്ഷേത്രം എന്നിവ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നടന്നു നീങ്ങുമ്പോൾ ചുറ്റുതലോടി മുന്നോട്ട് നീങ്ങുന്ന കോടമഞ്ഞാണ് നമുക്ക് ചുറ്റും. ഈ കോടമഞ്ഞിലൂടെ ഒന്ന് നടക്കുക എന്നത് തന്നെ ഒരു അത്ഭുതകരമായ അനുഭവമാണ്. ഇങ്ങനെ കോടമഞ്ഞിലൂടെ നടന്ന് പാർക്കിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് നാം ഇപ്പോൾ എത്തിച്ചേരുന്നത് ഇവിടെയുള്ള അതിമനോഹരമായ കിള്ളിയൂർ വാട്ടർഫോൾസിലേക്കാണ്. ഇനി അതിൻ്റെ മനോഹര കാഴ്ചകൾ. മഴയാണെങ്കിൽ ഭയങ്കര ഫോഴ്സിലായിരിക്കും, ഭയങ്കര ഫോഴ്സിലായിരിക്കും ചേട്ടൻ.
മനോഹരമായ കാഴ്ചകൾ കണ്ടതിന് ശേഷം നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഏർക്കാട് ലേക്കിലേക്കാണ്. പ്രകൃതി കനിഞ്ഞരുളിയ ഒരു ലേക്കാണ്, തടാകമാണ് ഈ ഏർക്കാട് ലേക്ക്. വളരെ വിശാലമായ ഈ തടാകത്തിൽ ഇവിടെ എത്തുന്ന യാത്രികർക്ക് ഉല്ലസിച്ച് ആനന്ദിക്കാനായി ബോട്ടിംഗ് സൗകര്യവും ഇവിടുത്തെ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പല തരത്തിലുള്ള ബോട്ടിങ്ങിനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അപ്പോൾ ഈ മനോഹരമായ ഏർക്കാടിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഏർക്കാട് തടാകത്തിലൂടെ നമുക്കൊരു ബോട്ട് യാത്രയാകാം. എല്ലാവരും തയ്യാറായിക്കോളും.
ഏർക്കാട് തടാകത്തിലൂടെയുള്ള ബോട്ട് യാത്രയ്ക്ക് ശേഷം സഹയാത്രികരോടൊപ്പം ഇന്നത്തെ അവസാനത്തെ ഡെസ്റ്റിനേഷനായ ചോക്ലേറ്റ് ഫാക്ടറി കാണാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ എത്തുന്ന എല്ലാ യാത്രികർക്കും ടേസ്റ്റ് ചെയ്യാനായി സാമ്പിൾ ഇവിടുത്തെ സ്റ്റാഫ് ധാരാളമായി തന്നെ നൽകുന്നുണ്ട്. അങ്ങനെ ഈ സാമ്പിളൊക്കെ വാങ്ങിക്കഴിച്ച് ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് നീങ്ങി ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന വിവിധ പ്രോസസ്സുകളും കണ്ട് ഒപ്പം അവിടെയുള്ള പലവിധ സാധനങ്ങൾ കണ്ടതിന് ശേഷം അവിടുന്ന് ഷോപ്പിങ്ങും നടത്തി നാം ഏർക്കാട് നിന്നും നമ്മുടെ യാത്ര തിരിക്കുകയാണ്.